ഇന്ന് നമ്മളെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, ഫൈസൽ സാറിൻ്റെ ലഹരിക്കെതിരെ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ നല്ലൊരു മറുപടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെ മക്കളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ കൂടുതൽ അഡിക്റ്റായതിനു ശേഷം അവർ സ്വഭാവത്തിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അവരെ വിലയിരുത്താൻ കഴിയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. പഴയകാല മദ്യത്തിൻ്റെ വായിലുള്ള സ്വഭാവങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് പ്രയാസമാണ്. അതിന് മുന്നേ കൂട്ടുകാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതങ്ങനെയുള്ള അതിൻ്റെ അത് നമുക്ക് കാര്യങ്ങൾ സാറിൻ്റെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ കേസിയുമായ അനുഭവം എൻ്റെ അനുഭവമാണ്. ഞാൻ അയൽവാസിയിൽ നിന്ന് ലെറ്റർ കിട്ടായിട്ട് മാസങ്ങളോളം കാത്തു നിന്നിട്ട് പ്രയാസപ്പെട്ടാണ്. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനൊരു പെട്ടെന്ന് ഒരു പൊതു ആവശ്യത്തിന് വന്നപ്പോൾ എനിക്ക് വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് ചോദ്യത്തിന് മറുപടി കിട്ടി. പിന്നെ ഒന്ന് പറയുന്നത്, പിന്നെ ഇന്നത്തെ വിഷയം തന്നെ കുട്ടികളും അവധിക്കാലവുമാണ്. ഇപ്പോൾ വെക്കേഷൻ എക്സാം നടത്തുന്ന സമയമാണ്. എൻ്റെ കുട്ടി ഒരു ചെറിയ കുട്ടി 2ാം ക്ലാസ്സിലാണ്, മോളാണ്. അവൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ജോലിക്ക് വണ്ടി കയറാൻ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്കിന്ന് എക്സാമാണ്, നല്ല മാർക്ക് കിട്ടാൻ ദ്വാ ചെയ്യണമെന്നാണ്. അങ്ങനെ ഞാൻ വൈകിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് എക്സാമൊക്കെ? അത് വളരെ സിമ്പിളല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായ രീതിയിൽ നമ്മളോട് അപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന നമ്മളേത് തിരക്കിലാണെങ്കിലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ നിലപാടാണ് അവരെ ഹൃദയത്തിൽ തട്ടുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മളടുത്ത് ഓടി വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറ്റിയൊരു സന്ദർഭവും സമയമാണിപ്പോൾ. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ എല്ലാവരും നല്ല രീതിയിൽ, ഇപ്പോൾ പാട്ട് പാടികളൊക്കെ നല്ല രീതിയിൽ പാടി. എനിക്ക് സംബന്ധിച്ചിടത്തോളം പാട്ട് ആസ്വദിക്കാനേ കഴിയുള്ളൂ. ഞാൻ ഇന്നേവരെ പാടിയിട്ടില്ല. പിന്നെ സാറ് മുമ്പൊക്കെ എന്താ കൂടെ കൂടി പാടുന്നു എന്നല്ലാതെ. അപ്പോൾ അതിന് എല്ലാ ശ്രമം കൂടി നമുക്ക് നടത്തുന്നതിന് കൂടെ തന്നെ അത് വളരെ. പ്രിയപ്പെട്ട സഹപഠിതാക്കളെ, അധ്യക്ഷൻ ഫൈസൽ സാർ, നമ്മൾ ഇന്നിവിടെ രാവിലെ 9 മണിക്കാണ് പരിപാടി തുടങ്ങിയത്. പക്ഷേ ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്. അപ്പോൾ ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് നടന്നുകൊണ്ടിരുന്നത്. വന്ന ഉടനെ ഞാൻ വന്നു, എന്നെ പരിചയപ്പെടുത്തി. അതിനുശേഷം ചോദ്യോത്തരവേളയായിരുന്നു. ആ ചോദ്യോത്തരവേളയിൽ ഞാൻ അജ്മൽ സാറോട് ചോദിച്ചത്, അദ്ദേഹം വെന്നിയൂരാണ് എന്ന് പറഞ്ഞപ്പോൾ, ഈ വെന്നിയൂർ ഞാൻ മുമ്പ് ITI കഴിഞ്ഞ ഉടനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവിടെയായിരുന്നു അപേക്ഷ കൊടുത്തിരുന്നത്. അവിടെ ചെന്നു ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. പക്ഷേ അതെനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അത് 2 വഴി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വെന്നിയൂരൊരു സ്റ്റീൽ കോംപ്ലക്സ് ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴത്തെ അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ അവസ്ഥ അദ്ദേഹം വിവരിച്ചു. അത് മനസ്സിലാക്കാനായി. പിന്നെ ഹൃദ്യമായത് അദ്ദേഹം തന്നെ പ്രസംഗിച്ചപ്പോൾ ആ കുട്ടി പുതിയതായിട്ട് വാങ്ങിയ കാറിൽ കല്ലുകൊണ്ട് കോറിയ ആ കഥ വളരെ ഹൃദ്യമായി. പിന്നെ ഫൈസൽ സാറോട് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആദ്യമായിട്ട് ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അത് അദ്ദേഹം അതിന് വളരെ വ്യക്തമായും ഒരു ഉത്തരം നൽകി. അതും വളരെ ഹൃദ്യമായിരുന്നു. പിന്നെ അടുത്ത സെഷൻ പാട്ട് പാടുക ആയിരുന്നു. പെട്ടെന്നൊരു പാട്ട് കിട്ടിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പാട്ട് പാടാൻ സാധിച്ചില്ല. പകരം എനിക്കൊരു വേറെ പാട്ട് സെലക്ട് ചെയ്ത് തന്നപ്പോൾ പെട്ടെന്നൊരു അമ്പരപ്പുണ്ടായെങ്കിലും കേട്ട പാട്ടായതുകൊണ്ട് അത് വെച്ച് ഞാൻ പാടി. പക്ഷേ നല്ല ഒരു 90% ശരിയായി എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ മൻസൂറും തന്നെ കുറച്ച് ടൈറ്റായിട്ടുള്ള പാട്ടാണ് പാടിയതെങ്കിലും വളരെ ഉഷാറായിട്ട് പാടി. നമ്മളൊന്നും ഇപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടല്ല വരുന്നത്. ആളുകൾ പാടുന്നതൊക്കെ വളരെ ഒരുപാട് തവണ 10-20 പ്രാവശ്യം പാടി നോക്കിയിട്ടാണ് വരുന്നത്. നമ്മളൊന്നും പ്രിപ്പയർ പെട്ടെന്ന് പാടിയിട്ട് ഇത്ര ശരിയായി എങ്കിൽ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്ത്
പാടുകയാണെങ്കിൽ നമുക്ക് വളരെ ഉയരത്തിൽ എത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അക്കാദമിയുടെ ക്ലാസ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പരമാവധി കൃത്യ ടൈമിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതിലിപ്പോൾ നമ്മളോട് ലാസ്റ്റ് നമ്മൾ അവസാനമാകുന്ന 4 കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചത്. അതിലിപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിഷയം തന്നെയാണ് ഏറ്റവും നല്ലത്. അതായത് കുട്ടികളെ അവധിക്കാലം ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത് നമ്മൾ വന്നിട്ട് എല്ലാവരും പരിചയപ്പെട്ടു, ആ ഒരു കൂട്ടായ്മ ഉണ്ടാവുക എന്നുള്ളത് തന്നെ രണ്ടാമത്തെ ഏറ്റവും നല്ല കാര്യം. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത്. അത് നമ്മളിത് പഠിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടെ ഇവിടെ വന്ന് നമ്മളെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. നാലാമത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്കിതൊക്കെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പാട്ട് പാടാൻ അറിയില്ല, ആസ്വദിക്കാൻ നല്ല അറിയാം. അപ്പോൾ ഇവിടെ പാട്ട് കേൾക്കാൻ തന്നെ പറഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ ഇതൊന്നും നമ്മൾ മൈൻഡുകൾ മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് സംഗീതം. അപ്പോൾ അത് കേൾക്കാൻ സാധിക്കും. ഇന്നത്തെ വളരെ മനോഹരമായൊരു ദിവസം തന്നെയാണ് ഈ സമയം വരെ നമുക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യം 3-4 കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ കൊണ്ടൊരു അനുഭവം നമ്മുടെ മുജീബൊക്കെ പറഞ്ഞ ആ ഒരു അനുഭവം, അദ്ദേഹത്തിൻ്റെ ആ ഒരു നാട്ടിലുണ്ടായ ഒരു കഥ. ആ ഒരു കൊച്ചുകുട്ടി തൻ്റെ വീട്ടിൽ പുതുതായി കിട്ടിയ ഒരു കാറ് ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്ന കാറിൽ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യം അത് ചെയ്തപ്പോൾ അതിന് തുടർന്നുണ്ടായ കാര്യങ്ങൾ അദ്ദേഹം നമ്മൾ വളരെ ഹൃദയസ്പർശിയായി തോന്നിയൊരു അനുഭവമാണ്. പിന്നെ നമുക്കിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ അനുഭവപ്പെട്ട 1-2 കാര്യങ്ങൾ വേറെ പറയാനുള്ളത്, നമ്മുടെ ഫൈസൽ സാറ് വെക്കേഷൻ സംബന്ധമായ കുട്ടികളുടെ ആ 2 മാസത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഉദാഹരണമായി അദ്ദേഹം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ ഈ ഏപ്രിൽ 1-ാം തീയതി തുടക്കുന്ന ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നിർബന്ധമായും നമ്മുടെ കുട്ടികളെ ഈ സ്ഥാപനത്തിലേക്ക് 2 മാസം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരിക്കലും നഷ്ടമാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. കാരണം നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള പഠിത്തത്തിൻ്റെ ഭാഗമായി അവർക്ക് കൊടുക്കേണ്ട നല്ലൊരു ട്രെയിനിങ് ആയിരിക്കും ഈ ഒരു 2 മാസം ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുക എന്നുള്ളത് ഉത്തമ ബോധ്യം വന്നതുകൊണ്ട് ആ കാര്യം എനിക്ക് വളരെ നല്ലൊരു അറിവാണ് ഇന്നത്തെ കാര്യമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അതിനുശേഷം വരുന്ന പാട്ട് കാര്യങ്ങളൊക്കെ അസീസാറൊക്കെ നന്നായി മനോഹരമായിട്ട് പാടാൻ കഴിഞ്ഞു. അത് നമുക്കൊരു ഇതിന് മുന്നേ അസീസാറിനെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അസീസാറൊക്കെ ഒരുപാട് പാടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ മൻസൂർ പാടാൻ എന്നോട് പറഞ്ഞത് ഞാൻ 2 വരി പാടുള്ളൂ, 3-ാമത്തെ വരി പാടാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി 2 വരി പാടിക്കോ, അങ്ങനെ തന്നെ നമ്മൾ പാടുക. ഞാനൊക്കെ പാടുക പറഞ്ഞാൽ ഞാൻ വലിയൊരു ഗായകനൊന്നുമില്ല, അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളൊക്കെ പൊതുവെ കാണലുള്ളതാണ് ഒരു കുട്ടീനെ രക്ഷിതാക്കൾ ആദ്യം ചീത്ത പറയുക ചെയ്യാം. പക്ഷേ സാറ് പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ നമ്മളവരെ കേട്ട് കൂടുതൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളൊരു നല്ലൊരു ഈ ക്ലാസ്സിൽ വന്നത് മുതൽ തന്നെക്ക് നല്ലൊരു അനുഭവമാണ്. അപ്പോൾ എൻ്റെ കുട്ടിയാണെങ്കിലും ഞാൻ ചിലപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇജുണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്താ പറയണമെന്നുള്ളത് കേൾക്കാൻ തയ്യാറാവലുണ്ട്. അത് നല്ലതാണേലും ആകാത്തതാണേലും നല്ലൊരു അനുഭവമാണത്. രണ്ടാമത്തെ വിഷയം സാറ് KCB-യുമായി ബന്ധപ്പെട്ടിട്ട് 4 വ്യക്തി ചോദ്യോത്തര വേളയിൽ 4 ആൾ വരെ ചോദ്യം തന്നെ ചോദിച്ചത്. പല അറിവുകളും KCB-യുമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. പിന്നെ പാട്ട് ഞാൻ ഒന്നാമത് കറക്റ്റായിട്ടൊന്നും അറിയില്ലെങ്കിലും ഞാൻ 2-ാമത്തെ ദിവസമാണ് ഇവിടെ പാടണം. നാളെ ആദ്യത്തെ ക്ലാസ്സിലൊരു 2 വരി പാടി തോന്നുന്നത്, 2 ആൾ നിന്നിട്ടാണ് പാടി. വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മെച്ചം വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ
പിന്നെ ഇപ്പോഴത്തെ ഒരു നാലാമത്തെ ഒരു അനുഭവം ഈ നെടുങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഒരുപാട് ആളുകൾ വന്ന് അവർക്ക് കഴിവിൻ്റെ പരമാവധി എന്താണ് പാട്ട് പാടാൻ കഴിയുന്നവർക്ക് പാട്ട് പാടാനും അതുപോലെ പ്രസംഗിക്കാൻ കഴിയുന്നവർക്ക് പ്രസംഗിക്കാനും ഒരുപാട് നല്ല ഒരു ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഫൈസൽ സാറിനെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ 4 കാര്യങ്ങൾ തന്നെ അതുപോലെ